ഇതാണ് ഞങ്ങളെ പൂന്തോട്ടത്തിലെ ഏറ്റവും വലിയ പൂവാണ്. വലിയ പൂവാണ് കിട്ടിയത്. വലിയ പൂവാണ് കിട്ടിയത്. കണ്ടാ ഇത് മഞ്ഞ പൂവാണ്. ഞാൻ നേരത്തെ കാണിച്ചാലേ അതാണ് ഈ മഞ്ഞ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സുബീഷ്. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വലിയ ഒരു ചെണ്ടുമല്ലി തോട്ടത്തിലല്ല, എൻ്റെ വീട്ടുമുറ്റത്തുള്ള ഒരു ചെറിയ തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ പൂവിട്ട് നിൽക്കുന്നത് വരെയുള്ള വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നുമല്ല, ചെറിയ വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ തൈകളുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ആഴ്ചയോളം പ്രായം ആവുന്നതേ ഉള്ളൂ. ആ വലിപ്പമുള്ള തൈകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് തൈയായിട്ടാണ് വാങ്ങിയത്. ഏകദേശം ഇതിനോട് ലേസം കൂടി ചെറിയൊരു തൈയായിരുന്നു. ഇതിനടിവളമായിട്ടിട്ട് കൊടുത്തത് വേപ്പും പിണ്ണാക്കും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കണ്ടാണ് ഇതിന് അടിവളമായിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഇതാ ഈ പ്രായമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒന്ന് മണ്ണൊക്കെ ഒന്ന് കയറ്റി കൊടുത്ത് നല്ല വൃത്തിയിലാക്കി വെച്ചതാണ്. പിന്നെ അതിൽ ലേശം വലിപ്പമുള്ളൊരു ടൈപ്പാണ് ഇത് തന്നെ. അപ്പോൾ ഇത് ഞങ്ങൾ കട്ട് ചെയ്ത് കൂടുതൽ ബ്രാഞ്ച് വരാൻ വേണ്ടി ഞങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഞങ്ങൾ മഴ ആയതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതാണ്. കാരണം വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ വിണ്ട് കീറലൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിന് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് കവർ അതിൻ്റെ മേലെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. മറ്റേത് വെള്ളം തട്ടുമ്പോൾ അത് നടു കീറി ഇങ്ങനെ വിരിഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെടി ചെയ്യാനൊക്കെ കൂടുതലും സാധ്യത കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ 2 ഐറ്റം തൈകളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതായത് ഒന്ന് ചെറിയ തൈകളൊന്ന് വലിയ തൈകളായിരുന്നു. അതിൽ ആ 2 ഐറ്റത്തിലുള്ള ഒരു തൈയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രൂണിങ് ചെയ്തിട്ടില്ല. ഒന്ന് ആദ്യം പ്രൂണിങ് ചെയ്ത്, കാരണം അത് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് അത് ആദ്യം പ്രൂണിങ് ചെയ്ത്. പിന്നെ ഇത് നട്ട സമയം മുതലേ അധിക ദിവസങ്ങളിലും മഴയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പം ഇതിന് മഴ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടുതലായി കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ചയ്ക്കൊക്കെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പം ഈ ലെവലിലൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മണ്ണൊക്കെ ഒന്ന് കയറ്റി കൊടുത്ത് ഒന്ന് റെഡിയാക്കി നിർത്തിയതാണ്. പക്ഷേ ഒന്ന് റെഡിയാക്കി നിർത്തിയപ്പോൾ തന്നെ വീണ്ടും മഴ പെയ്തു. ഇത് പ്രൂണിങ് ചെയ്തതിൻ്റെ ശേഷം വന്ന കുറേ ശാഖകളാണ്. അങ്ങനെ പ്രൂണിങ് ചെയ്യുമ്പോഴാണ് ഇതേമാതിരി കൂടുതലും ശാഖകൾ കൂടുതലും വരിക. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഏകദേശം മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയത്. പക്ഷേ ഇതിൻ്റെ മുട്ടുകൾ വന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഇത് കൊണ്ട് വിരിഞ്ഞിങ്ങോട്ട് വരാൻ. അതായത് ആ ഒരു ഇതിൽ മാത്രമേ ആ മുട്ട് കാണുന്നുള്ളൂ, ബാക്കിയുള്ളതിലൊന്നും മുട്ട് കാണുന്നില്ല. അപ്പം പിന്നെ ഇത് കണ്ടില്ല നിങ്ങൾ, ഈ മുരടിപ്പ് നല്ല വരുന്നുണ്ട്. ഈ മുരടിപ്പിന് വേണ്ടി ഞങ്ങൾ മരുന്നൊക്കെ അടിച്ചു നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. കാരണം ചെടി പിന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അടുത്തതിനും കൂടി അതിൻ്റെ രോഗം വല്ലാതെ ബാധിക്കുന്നതായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം മരുന്നൊക്കെ അടിച്ച് നോക്കി, പക്ഷേ ഒന്നും രക്ഷ കണ്ടില്ല. അതേപോലെ തന്നെ കണ്ടത്. അപ്പോൾ ഏകദേശം വളർച്ചെത്തിയ തൈകളാണ് കൊണ്ടുവന്നതിൽ തന്നെ. 2 ഐറ്റം തൈകളാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത്. 2 കളറിനും 2 വ്യത്യസ്തമായ തണ്ടുകളാണ്. ചെറിയ ചേഞ്ച് ഉണ്ട് തണ്ടിന് കാണുമ്പോൾ തന്നെ വരണ്ട്. അത് ഒന്ന് നല്ല ഹെൽത്തി ആയിട്ട് നല്ല സ്ട്രോങ്ങിലാണ്. ഇത് നല്ല സ്ട്രോങ്ങിലാണ് തണ്ടുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. അതേമാതിരി കുറച്ച് വലുപ്പമുള്ള ഇതാണെങ്കിൽ അത്ര വലിയ തണ്ടുകളൊന്നും അത്ര ഉറപ്പൊന്നും കാണുന്നില്ല. അപ്പോൾ ചെടികൾ ഞങ്ങൾ വാങ്ങിയത് ഏകദേശം ഒന്നിന് ഒരു 5 രൂപ തോതിലാണ് ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങൾ കുറഞ്ഞ തൈകൾ ഒരു 80 തൈകളൊക്കെയാണ് ഞങ്ങളിതിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ കാര്യമായിട്ട് ഇതിന് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഈ മുരടിപ്പുള്ള രോഗമാണ് കൂടുതൽ വരുന്നത്. നമ്മൾ കണ്ട മുട്ടാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം 2 ആഴ്ചയോളമായിട്ടാണ് ഈ മുട്ട് ഇങ്ങനെ വിരിഞ്ഞ് വരാൻ
നിൽക്കുന്നത്. അത്രയും ടൈം പിടിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, വെയിൽ വളരെ കുറവായിരുന്നല്ലോ, മഴ ആണല്ലോ കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം നല്ല മഴ വരുന്നതുകൊണ്ട് ഇതിന് വെയിൽ കിട്ടാൻ കുറേ താമസം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇത് പെട്ടെന്ന് മഞ്ഞ എന്താ അറിയില്ല, മൊട്ട് കണ്ട് പെട്ടെന്ന് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് വലുതായി. അതേമാതിരി തന്നെ പെട്ടെന്ന് പൂവായി. പക്ഷേ ഓറഞ്ച് അങ്ങനെ പെട്ടെന്ന് പൂവാണില്ല, സാവധാനം പൂ വിരിയണുള്ളൂ. കാരണം മുട്ട് കണ്ട് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പൂവായി ഇത് വരുന്നുള്ളൂ. മഞ്ഞ നല്ല പെട്ടെന്ന് മുട്ട് കണ്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയിനുള്ളിൽ തന്നെ ഏകദേശം വിരിയണ ആ ലെവലിൽ കണ്ടായി വരുന്നുണ്ട്. അത്രയും സ്പീഡിലാണ് മഞ്ഞ ഇതാണ് ഇതിൽ. പക്ഷേ മഞ്ഞ നല്ല പൂവ്, നല്ല അത്യാവശ്യം നല്ല വലിയ പൂവാണ് കേട്ടോ വരുന്നത്. അങ്ങനെ പൂവിനൊന്നും അത്ര നന്ന ചെറിയ പൂവൊന്നുമല്ല മഞ്ഞ, നല്ല വലിയ പൂവായിട്ടാണ് വരുന്നത്. ഏകദേശം ഒരു കയ്യിലേക്ക് എടുക്കാൻ പറ്റിയ അത്രയും വലുപ്പത്തിലുള്ള പൂവാണ് ഇതിന് വരുന്നത്. ഒരു ഓറഞ്ചും അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂ തന്നെയാണ്. കാരണം നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നല്ല വലിയ നല്ല ഭംഗിയുള്ള പൂവാണ്, നല്ല വൃത്തിൻ്റെ കാണാൻ. പക്ഷേ പൂവ് ഓറഞ്ച് വളരെ കുറവാണ് വരുന്നത്. കാരണം നേരം വൈക്കാണ് മെയിനായിട്ട് ഉള്ളത്. കാരണം അത്രയും സ്ലോയിലാണ്. മുട്ടുകൾ ഒരുപാടുണ്ട്, പക്ഷെ ഒന്നും കൊണ്ട് വിരിഞ്ഞിങ്ങോട്ട് ആയി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും ഞങ്ങൾ വലിയ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾക്കൊരു 10-80 ദിവസത്തിൻ്റെ അടുത്തേ ഇതിന് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ തൈ വെച്ച് ഒരു 80 ദിവസം, ഞങ്ങൾ തൈയാണ് വാങ്ങിയത്. എന്നാൽ തൈ വെച്ച് ഒരു 80 ദിവസമാണ് ഓണത്തിന് കണക്കായിട്ടാണ് ഞങ്ങൾ തൈ വെച്ചത്. അപ്പോൾ ഇതൊക്കെ എന്നാലും മഴ കൊണ്ടിട്ട് വീഴാൻ പോകുന്നത്. ഇത് വെള്ള വാട്ടർമെല്ലിയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കിട്ടിയപ്പോൾ ഞങ്ങളിത് വാങ്ങിയതാണ്, വെള്ള വാട്ടർമെല്ലി. അപ്പം ഇത് ഇത്രയും പൂവുണ്ടാവും ഞങ്ങൾ കരുതിയല്ല. പക്ഷേ സാധാ വാട്ടർമെല്ലി ആണെങ്കിലോ പൂവ് കുറവായി. അത് ഞങ്ങൾക്ക് കിട്ടാൻ നേരം വൈകിപ്പോയി. അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച മാതിരി അങ്ങോട്ട് വല്ലാതെ പൂവുണ്ടായില്ല. കാരണം കാര്യമായിട്ട് ആദ്യം ഞങ്ങൾക്ക് വെള്ളം കിട്ടിയത്, ആ വെള്ളമാണ് അങ്ങനെ പൂവിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തുണ്ടല്ലേ, എല്ലാ ചെണ്ടുമല്ലിയും പൂവിട്ട് നിൽക്കുമ്പോൾ ഇതിൽ ഈ വരിയിൽ കുറേ പൂവിടാത്തതും കുറേ മുട്ട് ഇങ്ങനെ വരുന്നതും മുട്ട് വരാത്തതുമായിട്ട് കുറേ തൈകൾ ഇതിലുണ്ട്. അതാണ് ഇപ്പം ഓണൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ഇതിന്റെ ഇത് കാണുന്നത്. കട്ട് ചെയ്യാൻ പോകണേ അല്ലേ? ഇജ്ജാണ് ആ എന്നാ നോക്കി കട്ട് ചെയ്യട്ടാ. അപ്പൊ അത്തത്തിന്റെ തലേന്നാണ് കട്ട് ചെയ്യണേ അല്ലേ? ആ പൂവൊന്ന് കാണിച്ച. അപ്പൊ ഒരാൾ കട്ട് ചെയ്തപ്പോ അടുത്താക്കും കട്ട് ചെയ്യണം. എന്നാ വേഗം കട്ട് ചെയ്യട്ടെ, കട്ടിങ് നടക്കട്ടെ. ആരാ പൂവ്? ഇത് നമ്മളെ പൂവ്, നമ്മളെ പൂന്തോട്ടാണിത്. കട്ട് ചെയ്തോ? ഞങ്ങളെ പൂന്തോട്ട പൂവാണ്. പൂവാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ പരിചയം നോക്കാം. ഇതാട്ടെ നമ്മളെ പൂവ്, ഓറഞ്ച് പൂവാണ് ട്ടാ. ഇതിന്റെ ഓറഞ്ച് പൂക്കളാണ് ട്ടാ. നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ഓറഞ്ച് പൂവ്. ഇതാ ഞാൻ ഇതുപോലെ കൊടുക്കുന്നു. എന്റെ മുടി വെക്കുകയല്ലേ ഓക്കെ. ഇതാണ് നമ്മളെ പൂവ്, മഞ്ഞ പൂവ്. ഞാൻ നേരത്തെ പറഞ്ഞ പൂവാണ്. ഓറഞ്ച് പൂവാട്ടോ പൊട്ടിച്ചത്. ഞാൻ പറഞ്ഞ പൂവാണ്. നോക്ക്, എന്താ ഇതാണ് ഞങ്ങളെ പൂന്തോട്ടത്തിലെ ഏറ്റവും വലിയ പൂവാണ്. വലിയ പൂവാണ് കിട്ടിയത്. വലിയ പൂവാണ് കിട്ടിയത്. കണ്ടാ ഇത് മഞ്ഞ പൂവാണ്. ഞാൻ നേരത്തെ കാണിച്ചാണേ. അതാണ് ഈ മഞ്ഞ പൂവ്. ഒന്നും കൂടി ഉണ്ട് വലിപ്പമുള്ളത്. ഇവിടെ ഒക്കെ ഉണ്ട് മഞ്ഞ പൂവ്. കട്ടിങ് കഴിഞ്ഞോ? ഞങ്ങള് അല്ല, ഒന്നും കൂടി ഉണ്ട്. ഇനിയുണ്ട്.
എവിടെ? ഇതവിടെ. ആ എന്നാ കട്ട് ചെയ്യ്.